Good morning. നമ്മളിന്ന് പറയുന്ന ടോപ്പിക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷൻ or statistical enquiry. Here, statistical investigation means search for knowledge about some problem through statistical devices. Search for knowledge about some problem through statistical devices. Then these search yield certain result. Yield means output. This searches investigation helps to derive or helps to collect data relating to that particular problem. Therefore, statistical investigation means investigation carried out by any agency where relevant data are collected and they are analyzed with the help of different statistical method. This analysis enables the investigator to arrive at some conclusion. Here, statistical investigation means investigation regarding a particular problem, and this investigation helps to collect certain informations or quantitative informations regarding that particular problem. Then these informations can be analyzed using different statistical tools and technique. Okay, then this analysis enables the investigator to make certain conclusions about that particular problem. ഓക്കെ, അതാണല്ലോ ഇൻവെസ്റ്റിഗേഷൻ നമ്മൾ പറയുന്നത് അല്ലേ. ഇപ്പോൾ നമ്മൾ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ CBI, സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ അല്ലേ, അവരെന്താ ചെയ്യുന്നത്, ഒരു ഏതെങ്കിലും സ്പെസിഫിക് കേസുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് എന്ത് ചെയ്യുന്നു അല്ലെ, തെളിവുകൾ ശേഖരിക്കുന്നു. ഇൻഫോർമേഷൻ സെർച്ച് ഫോർ നോളജ് അല്ലേ, തെളിവുകൾ ശേഖരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, കോടതിയിൽ പ്രസൻറ്റ് ചെയ്യുന്നത് അല്ലേ. അതിൻ്റെ ഓൺ ദ ബേസിസ് ഓഫ് ദിസ് എവിഡൻസ് കളക്റ്റഡ് ബൈ this particular agency, then the court will take a decision. These informations are useful for taking decisions. The similar way in statistical methods, then the statistical data helps the investigator to make certain conclusions or decisions regarding the particular problem under study. Okay. ഇൻ ദിസ് കേസ് അല്ല, നമുക്ക് പല രീതിയിലുള്ള ഇൻവെസ്റ്റിഗേഷൻസ് നമുക്ക് എന്ത് ചെയ്യാം, കണ്ടക്ട് ചെയ്യാൻ പറ്റും അല്ലേ. സപ്പോസ് വി ആർ സ്റ്റഡിങ് എ പർട്ടിക്കുലർ പ്രോബ്ലം ഓർ സപ്പോസ് വി ആർ സ്റ്റഡിങ് എ സ്പെസിഫിക് ടോപ്പിക് ദാറ്റ് the financial independency of a particular family or families in a particular area before and after COVID epidemics. എന്ത് ചെയ്യാണ്, കോവിഡിന് മുമ്പും അതിന് ശേഷവും ഉള്ള ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഓഫ് എ പർട്ടിക്കുലർ ഫാമിലീസ് എന്ത് ചെയ്യുക, നമ്മൾ അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യുക, ഇൻഫോർമേഷൻസ് ഓർ ദി ഇൻകം ഓഫ് എ ഫാമിലി ബിഫോർ ആൻഡ് ആഫ്റ്റർ ദിസ് പർട്ടിക്കുലർ എപ്പിഡമിക്സ്. ഓക്കെ, അപ്പോൾ അതിനുശേഷം എന്ത് ചെയ്യുക, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ദ ഇഫക്റ്റ് അല്ല വെദർ ദർ ഈസ് എനി ഇഫക്റ്റ് ഓൺ ദി ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസി ഓഫ് എ ഫാമിലി അല്ലേ, ഏതാണ് ബൈ ബിക്കോസ് ഓഫ് ദി ദിസ് പർട്ടിക്കുലർ ദെൻ കോവിഡ് എപ്പിഡമിക്സ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, കോവിഡ് ബാധിച്ചിട്ടുണ്ടോ, അതിൻ്റെതാണ് സാമ്പത്തിക ഭദ്രതയെ ഇത് ബാധിച്ചിട്ടുണ്ടോ, അല്ലെ ഒരു രാജ്യത്തിൻ്റെ വേണം എടുക്കാം അല്ലെ, ഒരു ഇക്കണോമീനെ എടുക്കാം. അപ്പോൾ എന്ത് ചെയ്യുക, നമുക്ക് ഇൻഫോർമേഷൻ ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫോർമേഷൻസ് ഇൻകം അല്ലെ, ഇൻകവും അതുപോലെ തന്നെ എക്സ്പെൻസും അങ്ങനെയുള്ള ദെൻ ഡീറ്റെയിൽസ് നമുക്ക് കളക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം, അതിൻ്റെ വ്യത്യാസം അല്ലെങ്കിൽ ഏതാണ് ഒരു കമ്പനീനെ അല്ലേ, വെദർ ദർ ഈസ് എനി എഫക്റ്റ് ഓൺ ദി പ്രോഫിറ്റ് ഓഫ് എ പർട്ടിക്കുലർ കമ്പനി അല്ലേ ഡ്യൂ ടു കോവിഡ്. അപ്പോൾ എന്ത് ചെയ്യുക, കോവിഡിന് മുമ്പുള്ള സെയിൽസ് വോളിയോ അതിന് ശേഷമുള്ള സെയിൽസ് വോളിയോ അല്ലെങ്കിൽ റവന്യൂ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെക്കുറിച്ച് നമുക്ക് സ്റ്റഡി ചെയ്യാൻ സാധിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, ഹിയർ ദിസ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷൻ മീൻസ് ഇൻവെസ്റ്റിഗേഷൻ ക്യാരിഡ് ഔട്ട് എബൌട്ട് എ പർട്ടിക്കുലർ പ്രോബ്ലം in order to using statistical devices in order to make certain conclusions. Okay. ഇനി what are the different stages in statistical investigation or statistical enquiry? Statistical investigation is a long process, then therefore it involves different steps. അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, പ്ലാനിങ് ദ എൻക്വയറി. പ്ലാനിങ് ദി എൻക്വയറി അല്ലേ, ബിഫോർ നമ്മൾ പറഞ്ഞല്ലോ പ്ലാൻ, നമ്മളിപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ കേസിൽ നമ്മൾ പഠിക്കാറില്ല അല്ലേ, ഏതാണ് ഫസ്റ്റ് അല്ലേ,
ഫങ്ഷൻ അല്ലെ ഫസ്റ്റ് ഫങ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? പ്ലാനിങ് ആണ് അല്ലേ? ഹിയർ in statistical investigation also planning is the first function or the planning is the first step, planning the എൻക്വയറി. നമ്മൾ ഈ പ്ലാനിങ് മാത്രം സെപ്പറേറ്റ് ടോപ്പിക്കായിട്ട് അടുത്ത ക്ലാസ്സിൽ പറയുന്നുണ്ട്. ദെൻ ബിഫോർ ദി ആക്ച്വൽ കളക്ഷൻ ഓഫ് ഡാറ്റ വേരിയസ് പ്രിലിമിനറീസ് ആർ ടു ബി ഡിസൈഡഡ് അല്ലേ? ബിഫോർ ദി ആക്ച്വൽ കളക്ഷൻ, ബിഫോർ സ്റ്റാർട്ടിങ് ദി സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷൻ ദ ഇൻവെസ്റ്റിഗേറ്റർ ഹാസ് ടു ഡിസൈഡ് സെർട്ടൻ പ്രിലിമിനറി ആസ്പെക്ട്സ് റിഗാർഡിംഗ് ദിസ് ഇൻവെസ്റ്റിഗേഷൻ അല്ലേ? അതാണ് പ്ലാനിങ് ദി എൻക്വയറി. ഇപ്പോൾ എന്തൊക്കെ പ്ലാൻ ചെയ്യണം? ദി ഒബ്ജക്റ്റ് ആൻഡ് സ്കോപ്പ് ഓഫ് എൻക്വയറി, ദ യൂണിറ്റ് ഓഫ് സ്റ്റഡി, the type of inquiry, degree of accuracy required, sources of data, etc. to be clearly defined. Like cost of the plan, all these aspects should be clearly decided before the actual collection of the data. അപ്പോൾ എന്ത് ചെയ്യണം? സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒബ്ജക്റ്റും സ്കോപ്പ്, അതുപോലെ ടൈപ്പ് ഓഫ് എൻക്വയറി, ടൈപ്പ് ഓഫ് ഡാറ്റ, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും, ഡിഗ്രി ഓഫ് ആക്യുറസി റിക്വയർഡ് അല്ലേ? ഇപ്പോൾ ആക്യുറേറ്റ് ഇൻഫർമേഷൻ വേണമെങ്കിൽ എന്ത് ചെയ്യണം? സെൻസസ് മെത്തേഡ് യൂസ് ചെയ്യണം അല്ലേ? അത്ര റിലയബിൾ ഇൻഫർമേഷൻ വേണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? നമുക്ക് സെക്കൻഡറി ഡാറ്റ യൂസ് ചെയ്യാം. അപ്പോൾ ബിഫോർ ദി ആക്ച്വൽ കളക്ഷൻ ഓഫ് ദി ഡാറ്റ, ബിഫോർ ദി ആക്ച്വൽ കണ്ടക്ട് ഓഫ് ദി എൻക്വയറി, ദി ഇൻവെസ്റ്റിഗേറ്റർ ഹാസ് ടു ഡിസൈഡ് ദീസ് പ്രിലിമിനറീസ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം? ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? സർവേ കണ്ടക്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഡിസൈഡ് ചെയ്യണം. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് കളക്ഷൻ ഓഫ് ഡാറ്റ അല്ലേ? After planning the inquiry, the next step is actual collection of the data. The success of statistical investigation depends on the systematic collection of data. The appropriate method used for collection of the data will help to collect adequate and relevant information. ഓക്കെ, അപ്പോൾ സെക്കൻഡ് സ്റ്റേജ് എന്താണ്? നമുക്ക് ആവശ്യമുള്ള ഡാറ്റ എന്ത് ചെയ്യുക? കളക്ട് ചെയ്യുകയാണ്. ഓക്കെ, സിസ്റ്റമാറ്റിക് കളക്ഷൻ ഓഫ് ഡാറ്റയാണ്. Then the method used for the collection of the data is an important aspect. Okay, the accurate or the appropriate method helps to collect adequate and sufficient quantum of data അല്ലേ? നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ആവശ്യമുള്ള ഡാറ്റ നമ്മൾ ഏത് അപ്രോപ്രിയേറ്റ് മെത്തേഡ് യൂസ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള റെലവൻ്റ് ആയിട്ടുള്ള നമ്മുടെ ടോപ്പിക്കിന് അല്ലെങ്കിൽ നമ്മുടെ ഒബ്ജക്റ്റീവ് ഓഫ് സ്റ്റഡി, ഇൻ റെസ്പോൺസ് ടു ദി ഒബ്ജക്റ്റീവ് ഓഫ് ദി സ്റ്റഡി we can conduct then the relevant and adequate informations. Okay, that is collection of data means collection of quantitative informations regarding the problem. And after collection, the next step is organization of data. After collection of data, investigator has to undertake the task of its organization. Organization means the classification and arrangement of data in an easily understandable manner. Okay, ഇവിടെ എന്ത് ചെയ്യുക? The collected information, the collected numerical facts are arranged. Okay, then as a part of this organization, we can make use of classification as well as the arrangement of the data in an easily understandable manner. Organization means arrangement of data or a classification of the data and a presentation of the, it is one of the tools used by the statisticians to present the quantitative informations in an easily understandable manner അല്ലേ? നമ്മൾ here we are using ഏതാണ് കളക്റ്റഡ് ഡാറ്റ എന്ത് ചെയ്യുക? ഡിഫറെൻറ്റ് ഗ്രൂപ്പായിട്ട് എന്ത് ചെയ്യുന്നു? ക്ലാസിഫൈ ചെയ്യുന്നില്ല. ഓൺ ദ ഏജ് വൈസ് ക്ലാസിഫിക്കേഷൻ ഓർ ഏരിയ വൈസ് ക്ലാസിഫിക്കേഷൻസ് ഓർ ക്ലാസ് വൈസ് ക്ലാസിഫിക്കേഷൻ. Okay, different variables are there. On the basis of the different variables under study, here the collected informations are arranged in a systematic manner. Okay, classification. Now we need a topic at the next one, presentation of the organized data. These classified informations or arranged informations are presented using different statistical tools. The classified data need to be presented in such a way that as to make them easily understandable. Okay, then the different tools used for the presentation of data is tables, diagrams, graph, etc. are used for the presentation of the data. ടേബിളും ഡയഗ്രാംസും ഗ്രാഫും ഒക്കെ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? പ്രസൻറ്റ് ചെയ്യുക. എന്തിനാണ് ഇങ്ങനെ ഈ പ്രസൻറ്റേഷൻ നടത്തുന്നത്? then that helps the investigator as well as that helps the users to identify or
to understand the information in an easily manner or easily understandable manner. Okay, and the next one, after presentation, then the next stage is analyzing the presented data. Analyzing the presented data. Here the statistics provides different methods for analyzing statistical data collected and presented. Okay, here the collected informations or different statistical methods are used for analyzing this presented data. Here measures of center tendency or measures of dispersion, correlation, regression, time series analysis, index numbers. Then these are some of the methods used for analyzing this data. Using the measures of center tendency, we can measure we can calculate the averages, or we can calculate arithmetic mean of the data, or median of the data, or mode of the data, or using the dispersion we can calculate the range or quartile deviation or mean deviation or standard deviation of the collected data, or whether if two sets of informations are there, we can calculate where there is any whether there is any relation between these two sets of information using correlation, or if collected information, or using this collected information we can predict the information using time series analysis, or then relative changes can be measured using index numbers. Different statistical tools are there for analyzing this collected information. That is the next stage. And finally, interpretation of the collected data and forecasting. That means based on this statistical methods, or based on the analysis of the data, then the investigator can make certain conclusion or interpretations. Okay, analysis of the statistical data reveals the different characteristics of the data. They can be used for arriving at various conclusions and interpretations. This helps the statisticians to make a forecast about the future. Based on the here suppose we are collecting the information regarding the rainfall. Okay, when the rainfall, മഴയുടെ അളവിനെ കുറിച്ചാണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത് വിചാരിക്കുക, അല്ലേ? അപ്പോൾ എന്ത് ചെയ്യുക, ഡാറ്റ നമ്മൾ കളക്ട് ചെയ്യുന്നു, അല്ലെ? മൺസൂൺ അല്ലെങ്കിൽ ഏതെങ്കിലും സ്പെസിഫിക് മന്തിൽ നമുക്ക് ലഭിച്ച മഴയുടെ അളവിനെ കുറിച്ച് നമ്മൾ സ്റ്റഡി ചെയ്യുന്നു, അല്ലേ? അപ്പോൾ എന്ത് ചെയ്യുക, ഈ വർഷത്തിലെ മഴ ഏതാണ്, മഴ ലഭിച്ചു, അല്ലേ? ഏതാണ് നമുക്കതിന് ഫോർകാസ്റ്റ് ഇത്രയായിരുന്നു, അല്ലേ? അതിപ്പോൾ ആക്ച്വലി ഇത്ര മഴ ലഭിച്ചു, അല്ലേ? വ്യത്യാസം ഡീവിയേഷൻസ് ഉണ്ട്, നമുക്ക് എന്ത് ചെയ്യാം, അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യാം. എന്തുകൊണ്ടാണ് പിന്നെ മഴയുടെ ലഭ്യത കൂടിയത് അല്ലെങ്കിൽ കുറഞ്ഞത് എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റഡി ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പോൾ ഇക്കണോമിക് ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ, അല്ലേ? ഗ്രോത്ത് റേറ്റ്, അല്ലെ? നമ്മൾ സാമ്പത്തിക വളർച്ചാ നിരക്കിനെ കുറിച്ചൊക്കെ പറയാറുണ്ട്, അല്ലേ? 8 അല്ലെ 7.5 എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ സാമ്പത്തിക വളർച്ചാ നിരക്ക് ഇത്ര നമ്മൾ എന്ത് ചെയ്തു, കഴിഞ്ഞ ക്വാർട്ടറിൽ ഇത്ര പെർസെൻറ്റേജ് ആണ്, അല്ലെ ഹാഫ് ഇയറിൽ ഇത്രയാണെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ഒരു സാമ്പത്തിക വർഷത്തേക്ക് അടുത്ത സാമ്പത്തിക വർഷത്തിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നു, അല്ലെ? ഒരു ട്രെൻഡ്, നമുക്ക് ട്രെൻഡ് അനാലിസിസ് ഉണ്ട്, സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഒരു മെത്തേഡാണ് ട്രെൻഡ് അനാലിസിസ്. അപ്പോൾ ട്രെൻഡ് അനാലിസിൻ്റെ ബേസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫ്യൂച്ചർ നമുക്ക് ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഡിഫറെൻറ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾ യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ഡാറ്റ ഇൻ്റർപ്രറ്റ് ചെയ്യുക, അതിൻ്റെ ബേസിൽ എന്ത് ചെയ്യുക, ഫോർകാസ്റ്റിങ്ങിനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ദീസ് ആർ ദി ഡിഫറെൻറ്റ് സ്റ്റേജസ് ഇൻ ദി സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷൻ. So what is statistical investigation and what are the steps or different stages in the statistical investigation? Okay.